ഇതാരത്? വീട് തെറ്റിയിട്ടൊന്നുമില്ല. അത് മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലായി. 4-ാം വാർഡിലെ മെമ്പർ പ്രഭാകരനല്ലേ? രഞ്ജിനിയാടാ ഇത്. ഒരിക്കലും വരാൻ പോണില്ലെന്ന് നീ പറഞ്ഞ രാമകൃഷ്ണന്റെ മോൾ രഞ്ജിനി. അല്ല, അവര് ഇന്ന് കാലത്ത് അവര് ബോംബെന്ന് വന്നു. നിന്നെ നാട്ടുകാർ പൊക്കിയെടുത്തോണ്ട് നടക്കുന്ന കണ്ടുവെന്നും പറഞ്ഞു. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ചെറിയമ്മാവൻ അകത്തുണ്ട്. വല്യമ്മാവനായിട്ട് സൽക്കാരത്തിലാ. ഇതിനകത്ത് വെച്ചോ? നീ അതിനിപ്പോ ഒന്നും പറയാൻ നിക്കണ്ട. ഇവിടെ ഒരു കേടായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ടായിരുന്നതാ. അതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞ പ്രഭാകരൻ കേൾക്കില്ല. ഇത് പിന്നെ നിങ്ങൾ വന്നതുകൊണ്ട് കളറിൽ കാണാൻ പറ്റി. കാശില്ലാതൊന്നും അല്ല, പറമ്പിലെയും പാടത്തെയും വരുമാനം മുഴുവൻ കണക്ക് വെക്കുന്ന അവനല്ലേ. ചെലവാക്കില്ല, അത്ര തന്നെ. എനിക്കാണെങ്കിൽ ഈ പ്രായത്തിൽ ഇതൊക്കെ നോക്കി നടത്താനും കണക്ക് വെക്കാനുമുള്ള ശേഷിയില്ല എന്റെ രാമകൃഷ്ണ. അപ്പൊ ഓരോ പ്രാവശ്യം തേങ്ങ ഇടുമ്പോഴും കൊയ്ത്ത് കഴിയുമ്പോഴും ഗോമതിയമ്മായി അക്കൗണ്ട് ബുക്കിൽ എന്തൊക്കെയോ എഴുതി കുറിച്ച് വെക്കാറുണ്ടല്ലോ. അപ്പൊ അതൊന്നും കണക്കല്ലേ വല്യമ്മാവ? അത് പിന്നെ നീയും ആ പെണ്ണും പറയണതൊക്കെ ഞാൻ ചുമ്മാ ബുക്കിൽ എഴുതിയിരുന്നു എന്നല്ലാതെ അതിനൊക്കെ വല്ല വ്യവസ്ഥ വെള്ളിയാഴ്ച ഉണ്ടോ? ആണുങ്ങൾ ഇരുന്ന് വർത്താനം പറയട്ടെ ഗോമതി. നീ അടുക്കളയിലേക്ക് വാ. എനിക്ക് കുറച്ചു നേരം TV ഒന്ന് കാണണം. നടക്കുമോളെ. ചെറിയമ്മാവനെന്താ ഇത്ര ദിടീന്ന്? ഒരു കത്തോ ഫോണോ ഒന്നും ഉണ്ടായില്ലേ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലേക്ക് വരാൻ മുൻകൂട്ടി അറിയിക്കണേ എന്തിനാ? അല്ലേട്ടാ, ഒന്ന് ശബ്ദം കുറയ്ക്കുക ഏട്ടത്തി. തനിക്ക് ഇപ്പോഴും ഒരു പണിയും തൊഴിലും ഒന്നും ആയിട്ടില്ല അല്ലേ? അച്ഛനെയും വലിയച്ഛനെയും പോലെ ഇപ്പോഴും ഊരുതണ്ടലും രാഷ്ട്രീയവും തന്നെ. ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്. പറമ്പ് നിറയെ അടയ്ക്കയും തേങ്ങയും ഉള്ളപ്പോ എന്തിനാ മറ്റൊരു ജോലി അല്ലേ? നിക്ക്, താൻ കഴിക്കുന്നോ? മൂപ്പളമയൊന്നും നോക്കണ്ട, വേണമെങ്കിലാവാം. അയ്യോ, തൊണ്ണൂർക്കര പഞ്ചായത്തിലെ മദ്യവിരുദ്ധ സമിതിയുടെ നേതാവായവൻ കൈകൊണ്ട് പോലും തൊഴില്ല, മദ്യം വീട്ടിൽ കേട്ടാൽ സമ്മതിക്കുകയില്ല. അതിപ്പോ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം വിദേശ മദ്യത്തിനെതിരെ സിന്ദാബാദ് വിളിക്കുന്ന കണ്ടല്ലോ വല്യമ്മ. തെറ്റുപറ്റിപ്പോയി. ബ്രിട്ടീഷുകാർ എന്ന് ഇന്ത്യ വിട്ടോ അന്ന് തൊലഞ്ഞു. അതുകൊണ്ട് ഞാൻ നിലപാട് മാറ്റി. ഇഷ്ടപ്പെട്ടില്ല. അവരോടുള്ളത് എനിക്ക് എന്തൊക്കെ ഞാൻ കഴിച്ചോളാം. പ്രഭേട്ടനും കൂടി ഇരുന്നോളൂ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട, ഞാൻ അപ്പുറത്ത് നിലത്തിരുന്നോളാം. ഇരിക്കടോ. വേണ്ട, അമ്മാവൻ കഴിച്ചോളൂ. അവന് മേശമേലിരുന്ന ഇറങ്ങൂല. ആ ചായപ്പിൽ ചപ്പറം പടഞ്ഞിരുന്ന് ഓട്ട് കിണ്ണത്തിന് വെട്ടി വിളങ്ങണം. എന്നാലേ തൃപ്തിയാവും. പണ്ടേ വർത്തമാനത്തിനൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനാ നിന്റെ വല്യമ്മാവൻ. നീ അവര് പറയുന്നതൊക്കെ കാര്യമായിട്ടെടുക്കാൻ നിൽക്കാണോ? കഞ്ഞിയില്ല കേട്ടോ. അവർക്ക് രാത്രി ചപ്പാത്തി വേണോന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അത് മതിയെന്ന് വെച്ചു. എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അമ്മ മറന്നൂല്ലേ? ഞാൻ അമ്മയുടെ ഒരു 100 തവണ പറഞ്ഞല്ലേ പ്രഭേട്ടന് മാത്രം ഒരു ഗ്ലാസ് അരി എടുപ്പിത്തിടാന്ന്. ഒരു നേരം ചപ്പാത്തി കഴിച്ചാൽ ചത്തൊന്നും പോയില്ല. ഉച്ചക്കലത്തെ ചോറ് ഇരിപ്പുണ്ട്, ഞാനെല്ലാം ഇത്തിരി ചൂടുള്ള ഒഴിച്ച് കഞ്ഞിയാക്കി തരട്ടെ? പിന്നെ അതിനകത്ത് ഇത്തിരി പിണ്ണാക്കും കൂടി ഇട്ടോ. ഒരു 15 മിനിറ്റ് മതി, ഞാൻ കുക്കറിൽ കഞ്ഞി ഉണ്ടാക്കാം. വേണ്ട, അമ്മ പറഞ്ഞ പോലെ ഗോതമ്പ് വിഷമില്ലാത്തോണ്ട് ചത്തുപോകുന്നില്ലല്ലോ. അയ്യോ, കുട്ടി എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? അതിനൊക്കെ അവിടെ വേറെ ആളുകളുണ്ട്. ഒരു കിടക്ക തട്ടിക്കൊടഞ്ഞു വിരിച്ചോണ്ട് എന്റെ വളയൊന്നും ഊരി പോവില്ല. അതുകൊണ്ടൊന്നുമല്ല, പിന്നെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഷർട്ട് അയൺ ചെയ്താൽ ചുളിവ് മാറില്ല എന്നുള്ളതുകൊണ്ട് ആ പണി മാത്രമേ രാധയെ കൊണ്ട് ചെയ്യിക്കാറുള്ളൂ. പിന്നെ എന്റെ അലക്കലും കഴുകലും കിടക്കവിരിക്കലും ഒക്കെ ഞാൻ തന്നെ ചെയ്താൽ എനിക്ക് തൃപ്തിയാകും. അതുകൊണ്ട് ഈ വക പണികളൊന്നും ചെയ്യണ്ട. ഈ മുറിയിൽ ഇന്നു മുതൽ ഞാനാ കിടക്കുന്നത്. ഈ കുട്ടിക്ക് സ്വസ്ഥമായിട്ട് കിടക്കണെങ്കിലേ ഇവിടെ ഈ മുറിയല്ലേ ഉള്ളൂ. നിനക്ക് ആ ചായപ്പിപ്പോയി കിടന്നൂടെ? പ്രഭേട്ടന് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? പഞ്ചായത്ത് റോഡിൽ പേപ്പർ വിരിച്ചു കൊടുത്താ അവിടെ കിടന്ന് ഉറങ്ങുന്നവനായി ഈ പ്രഭാകരൻ. എന്റെ ചില സാധനങ്ങള് അതൊക്കെ ആ പെണ്ണെടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇതാ മോളെ.
മോള് കുടിക്ക. സ്ഥലം മാറ്റായില്ലേ? ഏയ് ചൂടല്ലേ, ഇവിടെയാ സുഖം. ഇക്കണക്കിന് മീനമ്മയുടെ മാസം ആവുമ്പോ അമ്പലപ്പറമ്പാണ് സുഖമെന്ന് പറയേണ്ടി വരും മോനെ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ ആ വഴിക്കാ നീങ്ങണത്. നിനക്ക് എന്തിലും കുറ്റം മാത്രമല്ലേ കാണാൻ പറ്റൂ. ഇടി പോത്തെ കുടുംബത്തിലെ പെണ്ണുങ്ങളുള്ളപ്പോ പിന്നെ ആണുങ്ങൾ പുറത്തല്ലേ കിടക്കേണ്ടത്? ഡൈനിങ് ഹാളിലും തളത്തിൽ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. പ്രഭാകരൻ ഇന്നു മുതൽ പുറത്തു കിടന്നോളും എന്ന് ചെറിയമ്മ തീരുമാനിച്ചെന്തേ? ഈ വീടൊരു സ്ഥിരം താവളമാക്കണമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ലടി. നീ ചെന്ന് കിടക്കാൻ നോക്കുക. നാളെ കണ്ടത്തിൽ മരുന്നടിക്കാനുള്ളതല്ലേ. ഞാൻ പൊക്കോളാം. പക്ഷെ ഒന്നുണ്ട്, വയറ് നിറച്ചുകൊണ്ട് ഏമ്പക്കം വിടുന്നവരുടെ ശബ്ദം ഉഴണ പോത്തിനും മെതിക്കണ യന്ത്രത്തിനും അറിയേണ്ട കാര്യമില്ല. അതുപോലെ ആവരുത് പ്രബേട്ടൻ. പ്രിയപ്പെട്ട മെമ്പർമാരെ, സുഹൃത്തുക്കളെ, ഈ തോന്നൂർക്കര പഞ്ചായത്തിലെ പുഴയുടെ തീരത്ത് ഒരു പഞ്ചകർമ്മ റിസോർട്ട് വരികയെന്ന് പറഞ്ഞാൽ ടൂറിസം എന്ന വ്യവസായം ഇവിടെ തഴച്ചു വളരുകയാണ് എന്നാണ് അർത്ഥം. ഗ്രാമീണ ഭംഗികൾ ആസ്വദിക്കാനും ശരീര സൗന്ദര്യം നിലനിർത്താനും കയ്യിൽ പിടയ്ക്കുന്ന ഡോളറുകളുമായി വിദേശ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് കിടക്കും. അവരെ തിരുമ്മാനും പിഴിയാനുമുള്ള സുവർണ അവസരം ഗ്രാമത്തിലെ 18ഉം 19ഉം വയസ്സുമുള്ള പെൺകൊടികൾക്ക് ലഭിക്കും. അതെ, അധികം താമസിയാതെ നമുക്ക് വിദേശികളെ നമ്മുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാം. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സഹന സമരത്തിലൂടെ മഹാത്മാഗാന്ധിജി ആട്ടിപ്പായിച്ച ഈ വിദേശികളെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ട് കുടിപാർപ്പിക്കാം. മെമ്പർക്ക് സമ്മതമാണെങ്കിൽ അത് മെമ്പറുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നിർത്തോ. ഈ പഞ്ചായത്തിൽ ഒരു വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടാത്ത ഇയാളെ ഈ യോഗത്തിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറുപടി പറയണം. കഴിഞ്ഞ 15 കൊല്ലമായി ചാണ്ടി പ്രസിഡന്റിന്റെ കൂടെ പഞ്ചായത്തിലുണ്ടല്ലോ, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? മെമ്പറെ വലിച്ചിടുന്ന കാര്യം പറയണം. ബാങ്കോക്കും മലേഷ്യയും പോലെ 3-4 ലോകരാഷ്ട്രങ്ങളിൽ ടൂറിസത്തിന്റെ മറവിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാമോ? ഇല്ല. എങ്കിൽ എവിടെ ഇരിക്കെ? പ്രസിഡന്റിന് അറിയാം. അത് ഈ തോന്നൂർക്കരയിലെ കാര്യം പറയൂ പ്രഭാകര. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും നടക്കുന്ന ഒരേ കാര്യം തന്നെ. അതെന്താ? സുഹൃത്തുക്കളെ, നാളെ ഇവിടെ വരാൻ പോകുന്നു എന്ന് പറയുന്ന ഈ റിസോർട്ട് ഈ പഞ്ചായത്തിന്റെ അസ്ഥിവാരം വരെ തകർക്കാൻ പോകുന്ന ഒന്നാണ്. ഇവിടെ താറ്റിൽ കക്കവാരി കഴിയുന്ന, മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒട്ടേറെ പേരുടെ ജീവിത മാർഗമാണ് ഇതുമൂലം തകരാൻ പോകുന്നത്. മെമ്പർ എന്തായി പറയുന്നത്? വരുന്ന സായിപ്പന്മാർക്ക് സ്ഥലങ്ങൾ കാട്ടിക്കൊടുക്കുന്ന എന്താ ഗൈഡ് ഗൈഡ് ആകാമല്ലോ. അല്ലെങ്കിൽ മദാമമാർക്ക് മാലയും വളയും വിറ്റ് ജീവിക്കാമല്ലോ. പിന്നെ ഇത് കരിക്ക്. നിങ്ങൾ പറയൂ. എന്റെ അഭിപ്രായം പഞ്ചായത്ത് റിസോർട്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെ. അതെ, വിശാലമായ കാഴ്ചപ്പാടുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നയങ്ങളുമായി നമ്മൾ യോജിക്കുന്നു. ഓഹോ, അപ്പൊ ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണല്ലേ? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സമരം എന്നല്ല, പുരോഗമനം എന്നാണ് അർത്ഥം. പുരോഗമനം വേണേൽ പണം വേണം. നമ്മുടെ നാട്ടിൽ പണം കൊണ്ടുവരാൻ സാധിക്കുന്നത് ടൂർ വരുന്ന സായിപ്പന്മാർക്ക് മാത്രം. അവർക്ക് താമസിക്കാനും ഉല്ലസിക്കാനും ഒരു ചെറിയ കെട്ടിടം കിട്ടുന്നില്ല. എന്താ തെറ്റ്? അതിനിപ്പോ പുഴയുടെ ഒരു ഭാഗം നിർത്തുന്നതിൽ എന്താ കുഴപ്പം? കുറെ വീതിയിൽ ഇങ്ങനെ പരന്നൊഴുകുന്നതിലും ഇത്തിരി വീതി കുറഞ്ഞ് നല്ല ഭംഗിയിൽ ശാന്തമായിട്ട് ഒഴുകിയാലും പുഴ കടലിലേക്ക് തന്നെ ആണല്ലോ എത്താൻ പോണത്. അല്ല, മെമ്പറിന്റെ വീട്ടുമുറ്റത്തേക്ക് അല്ലല്ലോ. അതെ, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കൈയടിച്ച് പാസ്സാക്കുന്നു. ഇല്ല പ്രസിഡന്റ്, ഈ പ്രഭാകരൻ ജീവനോടെ ഇരിക്കുമ്പോ പട്ടിണി പാവങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഈ പരിപാടി നടക്കില്ല, പ്രവർത്തിക്കില്ല. ഞാൻ ഈ യോഗം ബഹിഷ്കരിക്കുക. ഓ, ഒരുത്തന്റെ ശല്യം ഒഴിഞ്ഞു. എന്നാ നമുക്ക് ഭക്ഷണം കഴിച്ച് പിരിയാം. എന്തൊരൊത്തൊരുമ.